ഈ സതീശൻ്റെ അകത്ത് ഒരു പിണറായി ഉണ്ട്. സതീശൻ ഈ പിണറായി വിജയൻ ഇങ്ങനെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. പുള്ളി സ്വതമേ തന്നെ കുറച്ച് ഒരു സ്റ്റിഫ്നെസ് ഉള്ള ആളാണ്. സാധാരണ കോൺഗ്രസ്സുകാരുടെ പോലെ കാണുന്നവരെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. പുള്ളി ഒരു അര പിണറായിയാണെന്ന് പറയാം. എക്സാലോജിക്കിന്റെ ഒരു കാര്യം വരികയാണെങ്കിൽ ഈ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ ഇപ്പൊ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. എല്ലാ നേതാക്കന്മാരും വി എം സുധീരനില്ല, ഉമ്മൻചാണ്ടിയുണ്ട്, വി ഡി സതീശന്റെ പേരുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, വി ഡി സതീശനുണ്ട്, വി എസ് അച്യുതാനന്ദനുണ്ട്. അറിയോ? പിന്നെ ലിസ്റ്റ് എൻ്റെ ഉണ്ട്. ഞാൻ പറഞ്ഞത് വി എം സുധീരൻ ഒഴിച്ച് എല്ലാവരും കാശ് പോയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ മാറ്റോ കൊള്ളുന്നതാണ് പറ്റിയിട്ടില്ല. കാരണം പുള്ളി പറ്റാത്തത് വേറൊന്നുമല്ല. അദ്ദേഹം അന്നില്ല. മുഖ്യമന്ത്രിയാകാൻ യാതൊരു കഴിവില്ലാത്ത ഒരാളാണ് എ കെ ആന്റണി. പുള്ളി എത്ര പ്രാവശ്യം മുഖ്യമന്ത്രി ഇല്ലേ? പിന്നെ ആന്റണിക്ക് തലക്കേറ്റും മറ്റേ പ്രഭാവലയുണ്ട്, കരുണാകരനത്തില്ല. അപ്പോൾ ആരെങ്കിലും സങ്കല്പിച്ചു. പിന്നെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ശക്തിയായിട്ട് വളർന്നു വരും. കരുണാകരനായിട്ടുള്ള ഒരു വൈഭവമുണ്ട്, ഭരിക്കാനറിയാം. ഉമ്മൻചാണ്ടിക്കുണ്ട്, പക്ഷെ ആന്റണിക്കിതില്ല. ആന്റണിയുടെ നക്ഷത്രബലം കൊണ്ട് പുള്ളി മുഖ്യമന്ത്രി നക്ഷത്രബലം അതിനൊക്കെ തുഴനാട് യഥാർത്ഥത്തിൽ തന്നെയുടെ ഉള്ളവനാണ്. ഈ സാധാരണ ഡൂക്ലി കോൺഗ്രസ്സുകാരനെ പോലത്തെ ഒരു കോൺഗ്രസ്സുകാരനല്ല, വേറൊരു സതീശനാണ്. ഫാത്തിമ തെഹ്ലിയ ജയിച്ചു. സത്യത്തിൽ അവരുടെ ജയം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഈ മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് ജയിച്ചത്. മോഹൻലാലൊക്കെ വന്നു പങ്കെടുത്തു. കാരണം കാശ് കിട്ടുമ്പോൾ മോഹൻലാൽ എവിടെ വരുമല്ലോ. ശൈലജ ടീച്ചറിന്റെ പരാജയം നമ്മൾ ശൈലജ ടീച്ചർ തോൽക്കുന്നുള്ളത് ക്ലിയർ ആണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അത്ര വലിയ പരാജയം ഉണ്ടായില്ല. ടീച്ചർ ബലിയാടായി. കാരണം എന്താ വെച്ചാൽ ഈ ആൻ ജോർജ് എന്ന് പറയുന്ന നടി, അവരൊരു നടി എന്നുള്ളതിലേക്ക് അവരുടെ ഒരു സ്വീകാര്യത. പറവൂർ മണ്ഡലത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് സതീശൻ്റെ അടുത്ത് കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തിൽ പെരുമാറാൻ പറ്റുന്നത്. കോൺഗ്രസ്സുകാർക്ക് എത്തിപ്പറ്റാൻ പറ്റില്ല എന്നുള്ളത് റിനി ആൻ ജോർജിൻ്റെ കുറ്റമല്ല. അവർ ചെയ്ത തെറ്റെന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ട് പരാതി ഉയർത്തിയത് അവരാണ്. അതൊരു തെറ്റാണ്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരാധകരാണ് ഇവരെ കൂടി. ചെന്നിത്തല ഏതെങ്കിലും കാലത്ത് ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവോ? അതിനെപ്പറ്റി ഒരു പ്രവചനം നടത്താൻ ഞാൻ ആളല്ല. പക്ഷേ വേറെ ഒരു അനലോജി പറഞ്ഞാൽ, ഇപ്പോൾ 1977 കരുണാകരൻ മുഖ്യമന്ത്രിയാവും. മുഖ്യമന്ത്രി ഒരു മാസത്തിനകത്ത് രാജിവെക്കേണ്ടി രാജൻ കേസ് വന്നിട്ട്. അപ്പോൾ ആന്റണി മുഖ്യമന്ത്രിയാവും. കരുണാകരനും ആന്റണി തമ്മിൽ ഒരു ജനറേഷൻ്റെ വ്യത്യാസമുണ്ട്. കരുണാകരൻ അന്ന് 60 വയസ്സിന് മേലെ പ്രായമുണ്ട്, ആന്റണിക്ക് 36 വയസ്സും. അന്ന് അപ്പം ഒറ്റ കേൾവിയിൽ നമുക്ക് തോന്നും ഈ ഉമ്മൻചാണ്ടി അല്ല ഈ ആന്റണി ജീവിച്ചിരിക്കുമ്പോൾ ആന്റണിക്ക് ഭയങ്കര ഇമേജാണ്. പിന്നെ ആന്റണിക്ക് തലക്കേറ്റും മറ്റേ പ്രഭാവലയുണ്ട്, കരുണാകരനത്തില്ല. അപ്പോൾ ആരെങ്കിലും സങ്കല്പിച്ചു. പിന്നെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ശക്തിയായിട്ട് വളർന്നു വരും. പുള്ളി പലതവണ മുഖ്യമന്ത്രിയാവും. അങ്ങനെയല്ല, കുറച്ച് കരുണാകരൻ തിരിച്ചു. കരുണാകരൻ വരും, ആന്റണി പോകും, പിന്നെയും ആന്റണി തിരിച്ചു. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കാം. നമ്മൾ വിചാരിക്കണ പോലെയല്ല. ചെന്നിത്തല കേരളത്തിൽ മുഖ്യമന്ത്രി ആകേണ്ട ഒരാളാണ്. പക്ഷെ ആകേണ്ട ആളുകൾ പലപ്പോഴും ആകാറില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ ദുരന്തം. ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ഒരാളാണ് കെ എം മാണി. പുള്ളിക്ക് പല പോരായ്മകളും അല്ല, പുള്ളിക്ക് പല കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അഴിമതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും. അഴിമതിയില്ലാതെ ഇപ്പോൾ ആരുള്ളത്? പക്ഷേ സത്യത്തിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആളാണ്. പക്ഷെ മുഖ്യമന്ത്രി ആയില്ല. അത് കേരളീയരുടെ ഒരു നഷ്ടം. അതുപോലെ ബേബി ജോൺ അതിഗംഭീരനായിരുന്നു. പാർലമെൻ്ററി എന്നുള്ളതിലേക്കും അതുപോലെ ഭരണകർത്താവ് എന്നുള്ളതിലേക്കും. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാൻ പറ്റില്ല. കാരണം ചെറിയ പാർട്ടിയിലായി പോകുന്നത് സംഭവിച്ചാണ്. എന്നാൽ മുഖ്യമന്ത്രിയാകാൻ യാതൊരു കഴിവില്ലാത്ത ഒരാളാണ് എ കെ ആന്റണി. പുള്ളി എത്ര പ്രാവശ്യം മുഖ്യമന്ത്രി ഇല്ലേ? അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ട് പുള്ളിയുടെ വീട്ടുകാർക്ക് പോലും കൊണ്ട് കിട്ടിയില്ല. വളരെ മോശം ഭരണകർത്താവായിരുന്നു. കരുണാകരനായിട്ടുള്ള ഒരു വൈഭവമുണ്ട്, ഭരിക്കാനറിയാം. ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു, പക്ഷെ ആന്റണിക്കിതില്ല. ആന്റണിയുടെ നക്ഷത്രബലം കൊണ്ട് പുള്ളി മുഖ്യമന്ത്രി നക്ഷത്രബലം അതിനൊക്കെ അല്ല, ഞാനതിൽ വിശ്വാസം ഉണ്ടെന്നുള്ളതല്ല, നമ്മളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. ഷിയർ ലക്ക് എന്ന് പറയില്ലേ, അതുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. ഒരിക്കലും ആകുമെന്ന് വിചാരിക്കാത്ത ആളുകൾ. ഇപ്പോൾ ഐക്യ ഗുജറാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ടായിരുന്നു? ഇല്ല. ജനപിന്തുണയല്ല, എന്തെങ്കിലും പിന്തുണയുണ്ട്. പുള്ളി ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ പാർലമെന്റിലേക്ക് അയക്കാനുള്ള സപ്പോർട്ട് പോലില്ല. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആൾ ബുദ്ധിമാനായിരുന്നു, പ്രഗത്ഭനായിരുന്നു. പക്ഷെ പ്രധാനമന്ത്രിയുടെ സീറ്റിലായിരിക്കുന്നത്. ഒരു തവണ പോലും പുള്ളി ലോക്സഭയിലേക്ക് ജയിച്ചിട്ടില്ല. പഞ്ചാബിൽ ജനിച്ച് ഡൽഹിയിലെ സ്ഥിരതാമസക്കാരനായ മൻമോഹൻ സിംഗ് ആസാമിൽ നിന്നുള്ള രാജ്യസഭാംഗം വരും. കേൾക്കുമ്പോൾ സംഗതി ശരിയാണ്, ദേശീയോത്ഗ്രഥനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ 10 കൊല്ലം പ്രധാനമന്ത്രി കിട്ടുന്നു. എന്നാൽ കോൺഗ്രസിൽ പ്രഗത്ഭന്മാരായ ആളുകളുണ്ടായിരുന്നു. ശരത് പവാർ എത്ര മിടുക്കനാണ്, എത്ര കേവനാണ്, അവൻ പറ്റിയില്ല. അതൊക്കെയാണ് ഭാഗ്യം. അല്ലെങ്കിൽ
അല്ലെങ്കിൽ യോഗം, നാട്ടുകാരുടെ യോഗം, അവരുടെ ഭാഗ്യം. വി ഡി സതീശനെ പരസ്യമായി എതിർത്തവരെയൊക്കെ വി ഡി സതീശൻ വെട്ടിയിട്ടുണ്ട് ഏകദേശം. മാത്യു കുഴൽനാടൻ ആ വിഭാഗത്തിൽ പെടുവോ? മാത്യു കുഴൽനാടനെ മന്ത്രി ആക്കാനല്ല, വി ഡി സതീശനെ വിമർശിച്ചതുകൊണ്ടല്ല കുഴൽനാടനെ പറ്റി. കുഴൽനാടൻ യഥാർത്ഥത്തിൽ തൻ്റെ ഇടമുള്ളവനാണ്. ഈ സാധാരണ ഡൂക്ലി കോൺഗ്രസ്സുകാരനെ പോലത്തെ ഒരു കോൺഗ്രസ്സുകാരനല്ല, വേറൊരു സതീശനാണ്. ഒരു സതീശൻ, മറ്റൊരു സതീശൻ. അപ്പോൾ സതീശനോട് തന്നെ കുഴൽനാടനെ താരതമ്യം ചെയ്യപ്പെട്ടു. പിന്നെ പുള്ളിക്ക് അല്ല, അതിൽ പിന്നെ പല ഈ പെർമുട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ ശരിയായിട്ട് പറഞ്ഞുള്ളൂ. കോൺഗ്രസ്സിലൊരാൾ മന്ത്രി അവിടേക്ക് എന്തൊക്കെ നോക്കണം, ജാതി, മതം, പിന്നെ ലോക്കൽ, ഏത് ജില്ല, ഇങ്ങനെ പല പരിഗണനകളുണ്ട്. ഇപ്പോൾ കുഴൽനാടന് ഒരു ബുദ്ധിമുട്ട് വന്നു വെച്ചാൽ അദ്ദേഹം മൂവാറ്റുപുഴ MLA ആണ്, തൊട്ടടുത്ത പിറവത്ത് അനൂപ് ജേക്കബ് മന്ത്രി വന്നു, ഒരേ സമുദായം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സിറിയൻ ജേക്കബിറ്റ് പറഞ്ഞേക്ക് വരും, സിറിയൻ ഓർത്തഡോക്സിന് പോലും കിട്ടുന്നില്ല. പിന്നെ പോകുന്നത് സിറിയൻ കാത്തലിക്കിലേക്കാണ്. അങ്ങനെ റോജിയാണ് മന്ത്രി കിട്ടുന്നത്. മനസ്സിലായി? റോജി M. ജോൺ വരുന്നത് അയാൾ സിറിയൻ കാത്തലിക്കാണ്. പിന്നെ ഏത് മുഖ്യമന്ത്രി ഇഷ്ടപ്പെടുന്ന ഒരു മന്ത്രി എന്ന് പറയുന്നത് റോജി ആയിരിക്കും. കാരണം റോജി വളരെ പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു മന്ത്രിയുമാണ്. റോജി ഒരു സൗമ്യനും ഒറ്റ കാഴ്ചയിൽ ആർക്ക് സ്നേഹം തോന്നുന്ന ഒരു വ്യക്തിയുമാണ്. ഇല്ലേ? ജനസമ്മതൻ. അതുകൊണ്ട് അല്ല, ഇപ്പൊ ഞാനാണ് മുഖ്യമന്ത്രി, ഈ രണ്ട് മാത്യു ആണോ റോജി ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും റോജി മതി. എന്ന് വെച്ചാൽ ചിലപ്പോൾ മാത്യു കുഴൽനാടൻ കുറെ കൂടി ഗംഭീരനായിരിക്കും, MLA എന്നുള്ളതിലേക്കും മന്ത്രി എന്നുള്ളതിലേക്കും. പക്ഷെ എന്നാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ റോജിയാണ്. എക്സാലോജിക്കിന്റെ ഒരു കാര്യം വരികയാണെങ്കിൽ ഈ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ ഇപ്പൊ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. എല്ലാ നേതാക്കന്മാരും VM സുധീറിനില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, ഏകദേശം നമുക്കിപ്പോ UDF എടുക്കുകയാണെങ്കിൽ പോലും VM സുധീറിനും ആന്റണി കാശായിട്ട് മേടിച്ചിട്ടില്ലെന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് സൗകര്യങ്ങൾ പറ്റിയിട്ടുണ്ട്, പണമായിട്ടല്ല. VM സുധീരൻ കൈപ്പറ്റില്ല. പിന്നെ ഉമ്മൻചാണ്ടിയുണ്ട്, വി ഡി സതീശന്റെ പേരുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, വി ഡി സതീശനുണ്ട്, VS അച്യുതാനന്ദനുണ്ട്, അറിയോ? പിന്നെ ലിസ്റ്റ് എൻ്റെ ഉണ്ട്. ഞാൻ പറഞ്ഞത് VM സുധീരൻ ഒഴിച്ച് എല്ലാവരും കാശ് പോയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ മാത്യു കുഴൽനാടൻ പറ്റിയിട്ടില്ല. കാരണം പുള്ളി പറ്റാത്തത് വേറൊന്നുമല്ല, അദ്ദേഹം അന്നില്ല. അന്ന് അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം സമീപത്താണല്ലോ ഇവിടെ ലാൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ള എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അഡ്വക്കേറ്റ് ജയശങ്കർ ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ ആൾക്കാരും കാശ് പിടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? സെബാസ്റ്റ്യൻ പോളും പറ്റിയിട്ടില്ല. പുള്ളി അങ്ങനെ ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ്. ബാക്കി എല്ലാവരും തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. അത് മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, സമുദായ നേതാക്കന്മാരുണ്ട്, മനസ്സിലായില്ലേ, രാഷ്ട്രീയക്കാരുണ്ട്. എല്ലാവർക്കും പുള്ളി വാരിക്കോരി പൈസ കൊടുക്കുക. എനിക്ക് പിന്നെ പൈസയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പോവാൻ. ചെന്നാൽ പുള്ളി തരും. ചെല്ലണ്ട, നമുക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി തരും. അപ്പോൾ പുള്ളിക്ക് നമ്മളോട് സ്നേഹം തോന്നി കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ജന്മനക്ഷത്രം എന്ന് അന്വേഷിക്കും. എന്നിട്ട് ആ ദിവസം പുള്ളി ഗുരുവായൂർ അമ്പലത്തിൽ കാലത്ത് പുഷ്പാഞ്ജലി കഴിച്ച് പ്രസാദം നമ്മുടെ വീട്ടിലെത്തിച്ചു. മനസ്സിലായി? 5:30 മണിക്ക് പുഷ്പാഞ്ജലി നടത്തിയിട്ട് 7 മണിക്ക് നമ്മുടെ വീട്ടിലെത്തും. അതിൻ്റെ സംവിധാനം തെറ്റാതെ മറക്കാതെ ഓർമ്മ വെച്ച് ആ ദിവസം ചെയ്യും. അത്രയും വലിയ ഒരു പ്രതിഭാശാലിയാണ് ഈ ശശിധരൻ കർത്ത. നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല. അപ്പൊ ആ ലിസ്റ്റിൽ ഇപ്പൊ ഈ പറയുന്ന എല്ലാ CPM നേതാക്കളും ഉണ്ട്, CPM നേതാക്കളുണ്ട്, CPI നേതാക്കളുണ്ട്, BJP നേതാക്കളുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്, ലീഗ് നേതാക്കന്മാരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ടും അവസാനം വരുമ്പോ എല്ലാവരും ഉണ്ടാവുന്നതുകൊണ്ട് ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന തോന്നുന്നത്. അത് ഈ വീണയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അത് മാസപ്പടിയാണ്, മറ്റത് സംഭാവനയാണ്. എല്ലാ നേതാക്കന്മാരും അവിടെ ചെന്ന് കാശ് ചോദിക്കും, പുള്ളി പൈസ കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ അതുമാത്രമല്ല, വലിയ വലിയ ചടങ്ങുകൾ പുള്ളി സ്പോൺസർ ചെയ്യും. ഒരു കൊല്ലം, ഈ കൊല്ലം ഇപ്പം എനിക്ക് ഓർമ്മയെന്ന് പറയാൻ പറ്റില്ല, 94 5 ആയിരിക്കാം, ചതയദിന ഘോഷയാത്ര ആലുവയിൽ ഇദ്ദേഹം സ്പോൺസർ ചെയ്തു. അപ്പോൾ ആലുവ SNDP-കാരുടെ ഒരു കേന്ദ്രമാണ്. ഇൻ ദ സെൻസ് ഈ അദ്വൈതാശ്രമമൊക്കെ അവിടെയുള്ളൂ, നാരായണഗുരു. അപ്പോൾ അദ്വൈതാശ്രമത്തിൽ നിന്ന് ആരംഭിക്കുന്ന വലിയ ചതയദിന ഘോഷയാത്ര വെള്ളാപ്പള്ളി നടേശനും ഡോക്ടർ MN സോമനും ഒക്കെ പങ്കെടുക്കുന്നത്, അത് ഇദ്ദേഹം സ്പോൺസർ ചെയ്തിട്ട് നടത്തി. അപ്പോൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ മഞ്ഞ ബ്ലൗസ്, അതിനുള്ള തുണിയൊക്കെ ആദ്യമേ പുള്ളിയെടുത്ത് എല്ലാ ശാഖകളിലും സപ്ലൈ ചെയ്തു. പുരുഷന്മാർക്ക് മഞ്ഞ ഷർട്ട്, മഴക്കാലമുള്ളൂ, മഴ ഏത് സമയത്ത് പോയി, അപ്പോൾ ആളുകൾക്ക് പിടിക്കാൻ മഞ്ഞക്കുട, ഇതെല്ലാം കർത്താവിൻ്റെ സ്പോൺസർഷിപ്പാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപിക പത്രത്തിൻ്റെ 126-ാം വാർഷികം
125 വാർഷികം കേട്ടിട്ടില്ല, 126 വാർഷികം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് അവർ സ്പോൺസർ ചെയ്തു. കാരണം പുള്ളി ഒരു കർത്താവാണ്, യേശു ക്രിസ്തു ഒരു കർത്താവാണ്, കർത്താവ് യേശു, കർത്താവ് ഈശോ മിശിഹാ. അങ്ങനെ അത് സ്പോൺസർ ചെയ്തു. അത് ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ ഇന്ത്യ വിഷനിൽ വാരാദ്യം നടത്തുന്ന കാലത്ത് നമ്മുടെ കറുകുറ്റി മുതൽക്ക് കുമ്പളം വരെ എറണാകുളം ജില്ലയിൽ എമ്പാടും വലിയ ഫ്ലെക്സ് ബോർഡിൽ വെച്ചു. മോഹൻലാൽ, ശശിധരൻ കർത്ത, അത്യുന്നത കർദിനാൾ മാർ ആലഞ്ചേരി, ഇത്ര പിന്നെ ആരും ഒരാളും കൂടി ഉണ്ട്, അതായത് ഞാൻ ഇപ്പോൾ ഓർമ്മയില്ല. 4 പേരുടെ പടം വെച്ചിട്ട് ദീപികയുടെ 126 വാർഷികം ഇവിടെ കല്ലൂർ IMA വെച്ചിട്ടായിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു ട്രാജഡി, ചെറിയൊരു തമാശ ഉണ്ടായെന്ന് വെച്ചാൽ, അത് നമ്മുടെ ഫാദർ അടപ്പൂർ ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഫാദർ അടപ്പൂർ SJ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു. ദൈവശാസ്ത്രത്തിലും സാധാരണ ശാസ്ത്രത്തിലും നല്ല വിൽപ്പത്തിയുള്ള ആളായിരുന്നു. പുള്ളി ഒരാൾക്കും വഴങ്ങുന്ന ആളല്ല, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാളിയാണ്. അദ്ദേഹത്തെ ചില പരിസ്ഥിതി പ്രവർത്തകർ പോയി കണ്ടു. ഈ പുരുഷനെ ഏലൂർ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ചില ആളുകളുണ്ട്. അവർ പോയിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര അക്രമമാണ്, ഈ പെരിയാറിൽ നിരന്തരമായിട്ട് വിഷം കലക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ശശിധരൻ കർത്താവ്. അയാളാണ് ഇപ്പോൾ ദീപികയുടെ 126 വാർഷികം നടത്താൻ മുഴുവൻ പൈസയും പുള്ളിയാണ് ചിലവാക്കുന്നത്, ഫ്ലെക്സ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അപ്പം ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അടപ്പൂരച്ഛൻ പ്രകോപിതനായി. പുള്ളി വിട്ടുവീഴ്ചയില്ലാത്ത ആളുണ്ട്. നേരെ തന്നെ അരമനയിൽ പോയിട്ട് പിതാവിനോട് പറഞ്ഞു, ഈ പരിപാടിയിൽ പങ്കെടുക്കരുത്. പിതാവ് ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് അവിടെ വെച്ച് പ്രതിഷേധിക്കുന്നു. അടപ്പൂരച്ഛൻ്റെ സ്വഭാവം അറിയാത്തതുകൊണ്ട് സാക്ഷാൽ ആലഞ്ചേരി അതിൽ നിന്ന് വിജയകരമായിട്ട് പിന്മാറി. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞത്, മോഹൻലാലൊക്കെ വന്നു പങ്കെടുത്തു. കാരണം കാശ് കിട്ടുമ്പോൾ മോഹൻലാൽ എവിടെ വരുമല്ലോ. കാശുണ്ടെങ്കിൽ മോഹൻലാലും മമ്മൂട്ടി നമുക്ക് ആരെവിടെയും കൂട്ടുക. മോഹൻലാലിന് പിന്നെ ഇതിനൊന്നും ബോധറേഷൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തു, കർത്താവും പങ്കെടുത്തു, പിന്നെ ദീപികയുടെ മറ്റച്ഛന്മാരൊക്കെ പങ്കെടുത്തു. പക്ഷെ ആലഞ്ചേരി അതിൽ നിന്ന് പിന്മാറി. അപ്പം ഇങ്ങനെയൊക്കെ വലിയ വലിയ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ ഞാൻ എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കാറോടിച്ചു വരിക. എവിടേക്കാണ്? അപ്പോൾ ഞാൻ ആലുവയ്ക്ക് അതൊക്കെ കയറി എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അതേ പറഞ്ഞു, വക്കീലാണ്, എൻ്റെ സഹപാഠിയാണ്. അപ്പോൾ അതേപോലെ ഞാനിങ്ങനെ അന്ന് ഈ കരിമണൽ വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആലുവ ടൗൺ ഹാളിൽ വെച്ചിട്ട് കർത്താവ് സ്പോൺസർ ചെയ്തതാണ് ഒരു പരിപാടി നടക്കും. ഞാൻ ചോദിച്ചു, നിനക്ക് നാണമില്ലേ ഈ കള്ളൻ്റെ പരിപാടിക്ക് പോകാനായിട്ട്? അപ്പോൾ അത് വളരെ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ജയശങ്കർ, ഈ എറണാകുളം ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ പാർട്ടിക്കാരടക്കം തീറ്റി പോരുന്നത് അയാളാണ്, അയാൾ വിളിച്ചാൽ പോയിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പോകണം. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ രീതികൾ. അപ്പം ഇദ്ദേഹം സത്യസന്ധനായിട്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ പണം വാങ്ങാത്ത ഒരാളുമില്ലാന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും തരത്തിൽ പ്രസിദ്ധരായ വ്യക്തികൾ ആരും തന്നെ ഇല്ല, എല്ലാവരും തന്നെ പോയി. ഈ VD സതീശന്റെ പൂക്കിച്ചിരിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അതൊക്കെ കാലാകാലങ്ങളിൽ ഇങ്ങനെ ആളുകൾ ഓരോരുത്തരെ പ്രശംസിക്കാനും അല്ലെങ്കിൽ പ്രകീർത്തിക്കാനും വേണ്ടിയിട്ട്, ചിലരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കും. പുള്ളി അതിന് വീണു പോയോ? അല്ല, എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒന്നും വീണു പോകുന്ന ആളല്ല. അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം. ഇങ്ങനെ മാധ്യമങ്ങൾ ഒരു സമയത്ത് പൊക്കി തലയിൽ വെക്കുന്നു, ഒരു സമയം കഴിയുമ്പോൾ എടുത്ത് താഴെ ഇടുന്നൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പരിചയവും പക്വതയൊക്കെ സതീശനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ ആദ്യം എടുത്ത് തലയിൽ വെക്കും, കുറച്ച് കഴിയുമ്പോൾ താഴ്ത്തു വെക്കും, പിന്നെ നിലത്തിട്ട് ചവിട്ടും. അതൊക്കെ അവരുടെ സാധാരണ രീതികളാണ്. അതൊന്നും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരന് ഒരിക്കലും മുഖവിലക്കെടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അനുഭവപരിചയമുള്ള ആളാണ്. നേരത്തെ ഇപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുന്ന പറഞ്ഞ VD സതീശനെ ഇപ്പം മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കാണുന്നുണ്ടല്ലോ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ. അല്ല, അത് വേറെ കാര്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുമെന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയുന്നുള്ളതല്ല. ന്യായമായിട്ടുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയും, അത്രയേ പറ്റുള്ളൂ. ഈ മാധ്യമങ്ങളാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ക്രിക്കറ്റ് കുത്തുന്ന രീതി ശരിയല്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ അടുത്താണെങ്കിൽ ഇവരിക്കടുത്ത് ചോദ്യം ചോദിക്കും, ചോദ്യമേ ചോദിക്കില്ല, ധൈര്യപ്പെടില്ല. നരേന്ദ്രമോദി ആണെങ്കിൽ ഇരുന്ന് കൊടുക്കാനില്ല. അപ്പോൾ ഒരു ആൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് പറയുമ്പോൾ അത് അധികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പറയാം. അദ്ദേഹം അങ്ങനെ ഒഴിഞ്ഞു മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ ഒരു പരിധിക്കപ്പുറത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയില്ല. ഈ സതീശൻ്റെ അകത്ത് ഒരു പിണറായി ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ. സതീശൻ ഈ പിണറായി വിജയൻ ഇങ്ങനെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, പുള്ളി സ്വതവേ തന്നെ കുറച്ച് ഒരു സ്റ്റിഫ്നെസ് ഉള്ള ആളാണ്. സാധാരണ കോൺഗ്രസ്സുകാരനെ പോലെ കാണുന്നവരെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. പണ്ടോട്ടെ ഒരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒരു മരണ വീട്ടിൽ പോകുന്നില്ല.
അവിടെ മരിച്ച ആളുടെ മകനെയോ മകളെ ആരോഗ്യം കണ്ടതുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലും ആശയവിനിമയം നടത്തിക്കൊണ്ട് പോരുമ്പോൾ സകല കോൺഗ്രസ്സുകാരെ അടുത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇയാളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ അതൊന്നും പുള്ളി അണ്ടർടൈൻ ചെയ്യില്ല. അങ്ങനെ പ്രവർത്തകരോട് അങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്ന ആളായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം പുള്ളി അതിനുവേണ്ടി ബോധപൂർവമായിട്ട് ശ്രമിക്കുമെന്നറിയില്ല. ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് സാധാരണ പുള്ളിയുടെ രീതി അതല്ല, കുറച്ച് കടുപ്പക്കാരനാണ്. ഞാൻ പുള്ളി ഒരു പിണറായിയാണെന്ന് പറയാം തൃശ്ശൂർ ഭാഷയിൽ. അങ്ങനത്തെ ഒരാളാണ് പുള്ളി. അങ്ങനെ അധികമായിട്ട് ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ചെന്നിത്തലയുടെ അടുത്തോ ഉമ്മൻചാണ്ടിയുടെ അടുത്തൊക്കെ കിട്ടുന്ന ഒരു അക്കമഡേഷൻ മാധ്യമങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും VD സതീശന് കിട്ടുകയില്ല, അത് ഉറപ്പാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ റിനി ആൻ ജോർജ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വളരെ ഇതായിട്ട് കയറി പോകുന്നു. മറ്റ് പാർട്ടി പ്രവർത്തകർക്കൊന്നും എത്താൻ പറ്റാത്ത ചില സ്ഥലങ്ങളിലേക്ക് അവരെത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, അതിൻ്റെ മേൽ ട്രോള് വാങ്ങുന്നു. എന്താണ് അടുത്ത കാലത്ത് ഇപ്പൊ എൻ്റെ പത്മനാഭൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അവര് പറവൂർ മണ്ഡലത്തിലുള്ള ഒരു സിനിമാ നടിയോ മറ്റോ ആണ്, എനിക്ക് ഇവരെ അറിയില്ല, ഞാൻ അവരൊരു സിനിമയും കണ്ടിട്ടില്ല. അവർ സതീശനുമായിട്ട് ആ രീതിയിൽ പേഴ്സണലായിട്ടൊരു അടുപ്പുണ്ട്. ഇപ്പോൾ സതീശൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് എന്നെ ക്ഷണിച്ചു, ഞാൻ പോയില്ല, അന്ന് കോടതി തുറക്കണോ സാർ, അല്ലെങ്കിൽ ഞാൻ പോകാറില്ല. VS അച്യുതാനന്ദൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയില്ല, പിന്നീട് സതീശൻ. ഞാൻ പോയിരുന്നു എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ എന്നെ സ്വീകരിക്കും, ആദ്യം കയറ്റുകയും ചെയ്യും ഇല്ലേ. ഞാൻ ഏതെങ്കിലും മന്ത്രി എടുത്ത് എന്നിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. പോകാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. സണ്ണി ജോസഫിൻ്റെ കൂടെയോ റോജിയുടെ കൂടെയോ സിദ്ദിഖിൻ്റെ കൂടെയോ, അല്ല ഞാൻ പറഞ്ഞത് സിദ്ദിഖിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വിഷ്ണുനാഥിൻ്റെ കൂടെയോ ആരുടെ കൂടെ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെയോ ആരുടെ കൂടെ എനിക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ ചെന്ന് ഇവരാരും ഫോട്ടോ എടുക്കണമെന്നും പറയില്ല. ഒരാളവിടെ ചെല്ലുന്നു, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സിനെ പല സമയത്തും വളരെ ക്രൂരമായിട്ടും വിമർശിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു സ്വീകാര്യത ഉണ്ടാവും. അതുപോലെ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടി, അവരൊരു നടി എന്നുള്ളതിലേക്ക് അവരുടെ ഒരു സ്വീകാര്യതയുണ്ട്. പറവൂർ മണ്ഡലത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് സതീശൻ്റെ അടുത്ത് കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തിൽ പെരുമാറാൻ പറ്റുന്നത്. കോൺഗ്രസ്സുകാർക്ക് എത്തിപ്പറ്റാൻ പറ്റില്ല എന്നുള്ളത് റിനി ആൻ ജോർജിൻ്റെ കുറ്റമല്ല. ഇനി ഇതിൻ്റെ മറുവശമുണ്ട്. എനിക്ക് ഇവർ ഒരു പരിചയമില്ലെങ്കിൽ പോലും ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ വന്നപ്പോൾ കുറേ ആളുകൾ കൂവി എന്നുള്ളതാണ്. അതാണ് നമ്മളെ അസ്വസ്ഥമാക്കേണ്ട വിഷയം ഇതാണ്. എന്താ അവർക്കൊരു പതിത്തുള്ളത്? അവർ വല്ല പിടിച്ചുപറി കേസിലെ പ്രതിയാണോ? അല്ലല്ലോ. കൂട്ടായ്മക്കാർച്ച കേസിലെ പ്രതിയാണോ? അല്ലല്ലോ. അവർക്ക് എന്തോ ഒരു പോരായ്മയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീ, അവർ ചെയ്ത തെറ്റെന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ട് പരാതി ഉയർത്തിയത് അവരാണ്. അതൊരു തെറ്റാണോ? സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരാധകരാണ് ഇവരെ കൂവിയത് ഇല്ലേ. ആ കൂവിയ ആളുകളാണ് അതിന് ഉത്തരവാദിത്തപ്പെടേണ്ടല്ല, അവരല്ല. പിന്നെ ട്രോള് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ രാഹുലിനെതിരെ പരാതി കൊടുത്തു. രാഹുലിനെ ആദ്യമായിട്ട് പൊതു മധ്യത്തിൽ എക്സ്പോസ് ചെയ്ത് ഇവരാണ് എന്ന കാരണത്താലാണ്. അപ്പോൾ നമ്മൾ അതിനെയാണ് കുറ്റപ്പെടുത്തുന്നത്, അല്ലാണ്ട് ഇവരെയല്ല കുറ്റപ്പെടുത്തുന്നത്. അവർ ഗുണമായിട്ടോ നന്നായിട്ടോ ചീത്തയായിട്ടോ ഏതൊക്കെ സിനിമകളിൽ അഭിനയിച്ചു, അവർക്ക് അതിൻ്റേതായ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. അവർ പരാതിപ്പെട്ടതോടുകൂടിയാണ് ഒരു പക്ഷേ അതിനൊരു പ്രാമാണ്യം കിട്ടിയത്. സാധാരണ വല്ല പെൺകുട്ടികളൊക്കെ പരാതി കൊടുത്തെങ്കിൽ മുമ്പും പരാതികളുണ്ടായിരുന്നു ഇല്ലേ. പല നേതാക്കന്മാരുടെ പെൺമക്കൾ ഭാര്യമാരടക്കം പരാതി കൊടുത്തു. പക്ഷെ അവരാരും പൊതുമധ്യത്തിൽ വന്ന് പരാതി പറഞ്ഞില്ല. പൊതുമധ്യത്തിൽ വന്ന് പരാതി പറഞ്ഞ് ഇവരായതുകൊണ്ടും ഇവർ മറ്റു വിധത്തിൽ കുറച്ച് പോപ്പുലാരിറ്റി ഉള്ള ആളായതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. അപ്പോൾ ഈ മാങ്കൂട്ടത്തിൻ്റെ ഗുണ്ടകളാണ് അവരെ കൂവി വിളിച്ചത്, അല്ലാണ്ട് മറിച്ചല്ല. നമ്മൾ ഈ മാങ്കൂട്ടം ഗുണ്ടകൾ അല്ലെങ്കിൽ ഷാഫി മാഫിയ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് കോൺഗ്രസ്, അവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. അത് പണ്ടത്തെക്കാളും ഊർജിതമായിട്ട് ഇപ്പോഴുണ്ട്, പണ്ടത്തെക്കാളും. പിന്നെ ഷാഫിക്ക് വലിയൊരു പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചു. സതീശനെതിരായിട്ട് നിലപാടെടുത്തോടി പുള്ളിയുടെ പഴയ ഗ്ലാമർ പോയി. പണ്ട് പുള്ളിയെ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം പുള്ളി ഇപ്പോൾ താഴ്ത്തു വെച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളുണ്ട്, അവർ പുള്ളി അതിന് റിംഗ് മാസ്റ്ററായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ രണ്ട് പ്രവചനം കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ, ഒന്ന് തൃക്കരിപ്പൂരും ഒന്ന് ഫാത്തിമ തഹ്ലിയുടെയാണ്. രണ്ടും വക്കീൽ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്കായിരുന്നു ആ ജയം. അതെ, അത് എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ചേക്കാളും വലിയ ഒരു തരംഗം ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 90 തൊട്ട് 110 വരെ സീറ്റ് ജയിക്കാനുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചകൾ കൊണ്ടാണ് അത് 102-ൽ നിന്ന് പോയത്. സത്യത്തിൽ അത്ര വലിയ ഭൂരിപക്ഷമൊന്നും ഒരു പാർട്ടിക്കും കൊടുക്കരുത്, കൊടുത്താൽ അതിൻ്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും. കൂടിയ ഭൂരിപക്ഷമല്ല ഒരു സർക്കാരിൻ്റെ നിലനിൽപ്പിന് പ്രധാനമായിട്ടുള്ളത്, ന്യായമായ ഭൂരിപക്ഷമാണ്. 90 സീറ്റ്, 85-90 ഇതിന് മാക്സിമം. അതിൽ കൂടുതൽ കിട്ടിയാൽ ഭരണം മോശം. പല കാരണങ്ങളുമുണ്ട്. അതിൻ്റെതാ ജയിക്കാൻ പാടാത്ത പല ആളുകളും ജയിക്കും, ജയിച്ചതിൽ പല ആൾക്കാരും മന്ത്രിമാരാകാൻ വേണ്ടി സമ്മർദ്ദം ചെയ്തു, ഇങ്ങനെ പല കുഴപ്പങ്ങളും.
അപ്പോൾ 102 സീറ്റ് കൂടുതലാണ് സത്യത്തിൽ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മളൊരു 80 സീറ്റ് വരെ പ്രഡിക്റ്റ് ചെയ്തത്. നമ്മൾ 85 അത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പോരായ്മ കൊണ്ടാണ്. ഇപ്പം ഈ സ്ഥാനാർത്ഥികൾ പലരും ജയിക്കാൻ പറ്റാത്ത സ്ഥാനാർത്ഥികൾ ജയിച്ചു, ജയിക്കാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥികളും ജയിച്ചു. ഇതുമല്ല, ഇതിൽ കൂടുതൽ ജയിക്കുമായിരുന്നു. ഇപ്പോൾ പല മണ്ഡലങ്ങളും നമ്മൾ എടുത്തു പറഞ്ഞ പട്ടാമ്പി, അല്ലെങ്കിൽ വർക്കല, അരുവിക്കര, ഇതൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്ന പാളിച്ച കൊണ്ട് തോറ്റുപോയ സീറ്റുകളാണ്, അല്ലെങ്കിൽ ജയിക്കും. അപ്പോൾ 105, 106, 107, 108, 109, 110, 115 വരെ പോകാൻ വരും. പക്ഷേ അത്രയും ഇവിടെ നിന്നു. ഇതാണ് സംഭവം. അപ്പോൾ തരംഗമല്ല, ഒരു രാഷ്ട്രീയ സുനാമി അവിടെ ഉണ്ടായിരുന്നു. സുനാമി ആ രൂപത്തിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. 105 കഴിഞ്ഞു പോരുന്നെങ്കിൽ ഇവർക്ക് രാജ്യസഭയിലേക്ക് പോലും ഒരാളെ ജയിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നത്, ആർക്ക്? LDF. അപ്പോൾ അത്ര വലിയ പരാജയത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അത്രയിലേക്ക് എത്തിയില്ല. അപ്പോൾ ഫാത്തിമ തെഹ്ലിയ ജയിച്ചു. സത്യത്തിൽ അവരുടെ ജയം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് ജയിക്കുന്നത്. ആ അർത്ഥത്തിൽ അതിന് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർത്തില്ല. മാത്രമല്ല ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, അത് മണ്ഡലം നമ്മൾ പഠിക്കുമ്പോൾ മണ്ഡലത്തിന്റെ സ്വഭാവം പേരാമ്പ്ര, അതിൽ നാദാപുരത്ത് എത്ര വലിയ തോൽവിയുണ്ട്. നാദാപുരം മണ്ഡലം ഉണ്ടായ പിന്നെ എനിക്കൂടെ ആകെ ഒരു പ്രാവശ്യമായിട്ടാണ് വേറൊരു ഈ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരാൾ ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നാദാപുരത്തിൻ്റെ പ്രത്യേകത. നാദാപുരം പഴയ മേപ്പയ്യൂരായിരുന്ന കുറ്റ്യാടി, അങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ തോറ്റുപോയി. കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടാക്കിയത് കോഴിക്കോട് നോർത്ത്. പ്രതീക്ഷിച്ചതാണെങ്കിലും ശൈലജ ടീച്ചറിന്റെ പരാജയം നമ്മൾ ടീച്ചർ തോൽക്കുന്നുള്ളത് ക്ലിയർ ആണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അത്ര വലിയ പരാജയം ഉണ്ടായില്ല. അപ്പൊ അതൊരു പ്രതീക്ഷയുമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇനി അങ്ങോട്ടേക്ക് ശൈലജ ടീച്ചറിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും പാർട്ടിയിൽ? അത് പറയാൻ പറ്റില്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്റ്റാലിനിസ്റ്റ് ചട്ടക്കൂട്ടിലാണല്ലോ. അതുകൊണ്ട് ഇന്ന സമയത്ത് പൊക്കി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിലേക്കിടെ കുറച്ചുകൂടെ നന്നായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. മാർക്സിസ്റ്റ് പാർട്ടിയിൽ യാതൊരു പ്രവചനത്തിനും പ്രസക്തിയില്ല. കാരണം അവർ ഒരാളെ കൂടെ സംഹരിച്ച് കളയാൻ തീരുമാനിച്ചാൽ തകർത്തുകളെ, പിന്നെ ആളെ പൊടിയിട്ട് നോക്കിയാൽ പോലും കിട്ടൂല. അത്തരത്തിലൊരു ബലിയാടായോ ടീച്ചർ ബലിയാടായി. കാരണം എന്താ വെച്ചാൽ അവർക്ക് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. മാത്രമല്ല അവരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിലൊക്കെ പ്രൊജക്റ്റ് ചെയ്തു. സത്യത്തിൽ അത്ര പ്രൊജക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സാമഗ്രികളൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പ്രത്യേക സാഹചര്യത്തിൽ ഈ നിപ്പ, അത് കഴിഞ്ഞ് കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. മുമ്പ് ആരോഗ്യമന്ത്രിമാർക്ക് ഇല്ലാത്ത രീതിയിൽ. പിന്നെ ഇവരൊരു സീരിയസ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, ഒരു ഫിസിക്സ് ടീച്ചറായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു സീരിയസ്നെസ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ രീതിയിലൊരു വാർത്താ പ്രാധാന്യം കിട്ടിയത്. പക്ഷെ അത് അവർക്ക് അവസാനം വിനയായിട്ട് മാറി. പാർട്ടി കോട്ടകളെല്ലാം ഇളകി മറിഞ്ഞ അടുത്ത ഇനി 5 വർഷമാണ്. ഇനി എന്താണ് നമ്മുടെ കേരള രാഷ്ട്രീയം കാണാനിരിക്കുന്നത് നമുക്കറിയില്ല. എങ്ങനെയാണ് നോക്കട്ടെ, അവർ ഭരിച്ച് തെളിയിക്കട്ടെ. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. പക്ഷെ സാധാരണ രീതിയിൽ കോൺഗ്രസിന്റെ ഭരണം 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആളുകൾ മടുക്കാറുണ്ട്. മടുത്ത് ബോറടിച്ച് മടുക്കല്ല വെറുത്തിട്ട് CPM-കാരെ അവർ വിളിച്ചു കൊടുത്ത് ജയിപ്പിക്കും. അത് നല്ല. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് BJP കൂടി രംഗത്തുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതും അത്ര പെട്ടെന്നൊന്നും ഒരു മാറ്റം കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. BJP ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തും. നിയമസഭയിൽ അംഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത്ര വലിയൊരു ഞെട്ടിക്കുന്ന രീതിയിലുള്ള അട്ടിമറിയൊന്നും കേരളത്തിൽ ഉടനെ ഒന്നും പ്രതീക്ഷിക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു.